ഇന്ന് രാവിലെ ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ സീസണിൽ മിക്കവാറും ഒരുപാട് കാലം ഓടാൻ പോകുന്ന ഒരു ബോംബ് തന്നെയാണ്. അതായത് ഇന്നത്തെ രാവിലത്തെ ഒരു ആക്ടിവിറ്റിയിൽ വൃത്തിയുള്ളതും ഇല്ലാത്തതുമായ ആൾക്കാരെ കുറിച്ച് പറയാനുള്ള ഒരു ടാസ്ക് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് നൽകിയത്. ഈ ടാസ്കിൽ നമ്മുടെ രന ഫാത്തിമ പറഞ്ഞത് ദോശ ചുടുന്ന സമയത്ത് താൻ ഒരു മുടി കണ്ടു, ആ മുടിക്ക് നീളം കുറവാണ്. കിച്ചൺ ടീമിൽ മുടി കുറവുള്ളത് ആദിലയ്ക്കും നൂറയ്ക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ ഒരാളുടെ മുടിയാകാനാണ് ചാൻസ് എന്നാണ് രന ഫാത്തിമ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹൈജീൻ കുറവുള്ള ആളുകളായിട്ട് ഞാൻ നൂറയെയും ആദിലയെയും പറയുന്നുവെന്നും രന കൂട്ടിച്ചേർത്തു. അതിനോടൊപ്പം തന്നെ ഹൈജീൻ കൂടുതലുള്ളത് ബിന്നിക്കാണ് എന്നും രന പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ രന ഫാത്തിമയുടെ ലോജിക് അനുസരിച്ച് ഈ കിച്ചൺ ടീമിലുള്ള ആദിലയ്ക്കും നൂറയ്ക്കുമാണ് ഷോർട്ട് ഹെയർ ഉള്ളത്. അതുകൊണ്ട് ദോശയിൽ കിടക്കുന്ന മുടി അവരുടേതായിരിക്കുമെന്നാണ് നമ്മുടെ റെന പറഞ്ഞത്. ആദിലയും നൂറയും അവരുടെ അവസരത്തിൽ രന ഫാത്തിമയ്ക്ക് തിരിച്ചടിയും കൊടുക്കുന്നുണ്ട്. റെനയ്ക്ക് വൃത്തിയില്ല എന്ന് ആദിലയും നൂറയും, ആദിലയ്ക്കും നൂറയ്ക്കും വൃത്തിയില്ല എന്ന് റെനയും പറയുകയാണ്. ഡ്രസ്സൊന്നും പിഴിയാതെ കൊണ്ടുവന്ന് ഇടുന്നത് റെനയാണ് എന്നാണ് ആദിലയും നൂറയും പറയുന്നത്. ഡ്രസ്സൊക്കെ തന്നെയും പിഴിയാതെ വെള്ളത്തോടൊക്കെ ചെന്ന് വെക്കുമ്പോൾ അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് റിവെഞ്ച് തന്നെയാണ് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റെന പറഞ്ഞതിനോട് ഒട്ടും യോജിക്കുന്നില്ല നമ്മുടെ നൂറയും ആദിലയും. അവർ തിരിച്ചു മറുപടി നൽകുന്നുണ്ട്. എന്ത് ഉറപ്പിലാണ് നീ ഞങ്ങളുടെ പേര് പറഞ്ഞത്? നീയും കിച്ചൺ ഏരിയയിലൂടെയൊക്കെ തന്നെയും കറങ്ങി തിരിഞ്ഞ് നടക്കാറില്ലേ? അത് നിന്റെ മുടിയും ആയിക്കൂടെ? എന്തിനാണ് നീ ഞങ്ങളെ അതിലേക്ക് വലിച്ചിട്ടത് എന്നാണ് ആദിലയും നൂറയും ചോദിക്കുന്നത്. നൂറയുടെയും ആദിലയുടെയും ചോദ്യത്തിന് റെനയ്ക്ക് മറുപടിയുമില്ല. മറുപടി എങ്ങനെ പറയാൻ സാധിക്കും? റെനയ്ക്ക് തന്നെ ഉറപ്പില്ല ആ മുടി നൂറയുടേതും ആദിലയുടെയും ആണോ എന്ന്. അതൊരു പ്രഡിക്ഷൻ മാത്രമായിരുന്നു. എന്തായാലും ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊണ്ട് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ പല പ്രശ്നങ്ങളും അരങ്ങേറും. എന്തൊക്കെയായാലും കണ്ടു തന്നെ അറിയാം.